ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ആഫ്റ്റർ മൈ വർക്ക് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറേ ആയി ഇത് എടുത്ത് വെച്ചിരുന്നു, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയത്. ടൈം ഒട്ടും കിട്ടിയില്ല, അതാണ് പിന്നെ ലാഗായത്. എൻ്റെ സൗണ്ടൊക്കെ ആകെ ഡള്ളായി, കാരണം എനിക്ക് പനി പിടിച്ചു, ത്രോട്ട് ഇൻഫെക്ഷനായി, ആകെ വയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മിക്ക വീഡിയോസും ഡേ ആഫ്റ്റർ മൈ വർക്കാണ്. ഇനി ഒരു ദിവസം ഡേ അറ്റ് മൈ ഓഫീസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അങ്ങനെ ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞ് 6:55 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. ബസ് 6 o'clock ഒരു എയർപോർട്ട് ബസ്സും ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ക്യാപിറ്റൽ പാർക്കിൽ ഇറങ്ങുന്ന, ക്യാപിറ്റൽ പാർക്കാണ് ലാസ്റ്റ് സ്റ്റോപ്പ്, അപ്പോൾ അവിടെ ഇറങ്ങുന്ന ഒരു ബസ്സും ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 6:15 ഉള്ളൂ. പിന്നെ റൂമിലെത്തുമ്പോൾ ലേറ്റാവും. നമ്മൾ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 1.5 years ആയി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നമ്മൾ 2024 സെപ്റ്റംബറിലാണ് ഷിഫ്റ്റ് ആയത്. ഡിസംബറൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഈ ജോബായത്. പിന്നെ മദീന സയ്യിദായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 ക്രോസിങ് കഴിഞ്ഞ് നടന്നു പോകാവുന്ന ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ബസ്സിലൊന്നും പോകത്തില്ല, വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. മദീന സയ്യിദ് ഓഫീസ് ടവറിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒരു 2 months ആയിട്ട് ബസ് സ്റ്റേഷൻ്റെ അടുത്ത് ഓഫീസ് ഷിഫ്റ്റ് ആക്കിയത്. അപ്പോൾ പിന്നെ നടന്ന് വരാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, അപ്പോൾ ബസ്സിൽ തന്നെ പോകണം. രാവിലെ ബസ്സിൽ കയറുമ്പോഴാണ് ഇച്ചിരി പാട്. അത് ഡയറക്റ്റ് ബസ് സ്റ്റേഷൻ്റെ അവിടെയാണ് നിർത്തുന്നത്. അവിടെ നിന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കുറച്ച് നടക്കണം. തിരിച്ച് പോകുമ്പം കുഴപ്പമില്ല കേട്ടോ, ബസ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി, ബ്രിഡ്ജൊന്നും ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഒരു ലേഡി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവരുടെ ഫേസ് കാണിച്ച് വീഡിയോ ഇടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇമോജി വെച്ച് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് അവരെങ്ങാനും പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ പിന്നെ നമുക്കിവിടെ ഫൈനും കാര്യങ്ങളുമൊക്കെ കിട്ടും. അതാണ് പിന്നെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു പെർമിഷൻ ഇല്ലാതെ നമുക്ക് വീഡിയോ ഇടാൻ പാടില്ല. അങ്ങനെ റൂമിലെത്തി. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് 3rd floor-ആണ്. 3rd floor-ൽ 302 ആണ്. നമ്മൾ 1 BHK ഒന്നും അല്ല എടുത്തിരിക്കുന്നത്, പാർട്ടീഷനാണ്. അതാകുമ്പോൾ ഒരു റൂം അത്യാവശ്യം വലുതാണ് കേട്ടോ. ബാൽക്കണി ഉണ്ട്, പിന്നെ കോമൺ കിച്ചൺ, കോമൺ ബാത്റൂം. 1 BHK ഒക്കെ എടുക്കുവാണെങ്കിൽ ഒത്തിരി കാശാവുക, നമുക്ക് അഫോർഡബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അങ്ങനെ റൂമിലെത്തി. ഹസ്ബൻഡ് വന്നിട്ടില്ല കേട്ടോ. ഹസ്ബൻഡിന് 6:45 വരെയാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്കും 7-7:15 ആവും. ഹസ്ബൻഡ് VFS ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത്, WTCയുടെ അകത്ത്. ട്രാൻസ്കാർഡാണ്, പക്ഷേ അവിടെയാണ് ഇപ്പോൾ കോൺട്രാക്റ്റ്. സോ മോർണിംഗ് 6:45 ടു ഈവനിങ് 6:45 വരെയാണ് ഡ്യൂട്ടി. 12 hours ഡ്യൂട്ടിയാണ് കേട്ടോ അവർക്ക്. അങ്ങനെ ഫ്രഷൊക്കെ ആകാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓടിപ്പോയി വാഷിംഗ് മെഷീനിൽ നോക്കി ആരെങ്കിലും അലക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ എംപ്റ്റി ആയിരുന്നു. പിന്നെ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു അലക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്ന വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല, അഴുക്കൊന്നും പോകത്തില്ല. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് എപ്പോഴും ഇപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജോലിയും കഴിഞ്ഞ് വന്ന് ടയേർഡായിരിക്കും, അപ്പോൾ പിന്നെ ഹാൻഡ് വാഷ് പോസിബിളായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ വാഷിംഗ് മെഷീനിലിടുന്നത്. യൂണിഫോമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചോറും മോരൊഴിക്കാനും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ വീട്ടിലും വിളിച്ചു, അമ്മയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7-10 ആയപ്പോൾ ഹസ്ബൻഡ് വന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട്. ഞാൻ പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി, കുക്കിംഗ് ടൈമായി. അപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് പരിപ്പ് മുരിങ്ങയില കറി. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ റെസിപ്പി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. ഞാൻ റെസിപ്പി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല, ഈ വീഡിയോ എടുത്തിട്ടില്ല. അത് ഇനിയും ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ, റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. ഹസ്ബൻഡ് വന്ന ഉടനെ ഞാൻ അടുക്കളയിൽ കയറും. പിന്നെ ഹസ്ബൻഡ് ഒരു 30 minutes ഒക്കെ കഴിഞ്ഞേ വരാറുള്ളൂ. പുള്ളി ജോബൊക്കെ കഴിഞ്ഞ് വരുന്നേരും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിളിക്കത്തില്ല. കാരണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ അപ്പോഴേക്കും ദോശയൊക്കെ ചുട്ട് വയ്ക്കും, പിന്നെ കറിക്കുള്ള കട്ടിങ്ങൊക്കെ ചെയ്ത് വയ്ക്കും.
പിന്നെ പുള്ളി വന്നാൽ പിന്നെ വയ്ക്കാൻ ഈസി അല്ലേ. അരി ഓൾറെഡി കഴുകി കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ടൈമിൽ തന്നെ എടുത്ത് കഴുകിയിട്ട് വച്ചു. ഇല്ലെങ്കിൽ പിന്നെ ലേറ്റാവും. നമ്മൾ കഴിക്കുന്നത് ബ്രൗൺ റൈസാണ്, അപ്പം വേവാൻ ഒത്തിരി ടൈം വേണമല്ലോ. ചില സമയത്ത് ഹസ്ബൻഡ് കുക്ക് ചെയ്യും, ചില സമയത്ത് മടിയാണ് കേട്ടോ. പിന്നെ ഞാനും ഫോഴ്സ് ചെയ്യത്തില്ല, 12 hours ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ. പിന്നെ ഞാൻ അങ്ങ് കുക്ക് ചെയ്യും. പക്ഷേ പുള്ളി വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റ്. എന്നെക്കാട്ടിൽ കിടിലമായിട്ട് വയ്ക്കും ഫുഡ്. നാട്ടിൽ നിന്ന സമയത്ത് കിച്ചണിലൊന്നും കയറത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഒരു മാസ്റ്റർ ഷെഫാണെന്ന്. എല്ലാ കറികളും സൂപ്പറായിട്ട് വയ്ക്കും. ചിക്കൻ, മീൻ കറി, പല റെസിപ്പീസും ഞാൻ പുള്ളിയുടെ നിന്നാണ് പഠിച്ചത്. ഞാനും പാചകമൊക്കെ ചെയ്യും, പക്ഷേ അത്ര ടേസ്റ്റിയൊന്നും അല്ല. ഞാൻ മിക്കതും യൂട്യൂബിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന്. പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. മിക്കതും നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്, പുറത്തുനിന്നൊന്നും മേടിക്കാറില്ല. ഹെൽത്തിന് മോശമാണല്ലോ. എപ്പോഴും ഫുഡ് കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ഫ്രഷ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചൊന്നും അല്ല കഴിക്കുന്നത്. ജോലിയുള്ള ദിവസം നമ്മൾ നൈറ്റ് ഫുഡ് കുക്ക് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിൽ തന്നെ വെച്ചിരിക്കും. ചീത്തയൊന്നും ആവത്തില്ല കേട്ടോ. പിന്നെ അത് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് മോർണിംഗൊക്കെ എണീക്കാൻ പിന്നെ സ്ലീപ്പൊക്കെ നഷ്ടപ്പെടും ഉള്ള ഒരിത് കൊണ്ടാണ് പിന്നെ നമ്മൾ മോർണിംഗ് ഒന്നും കുക്ക് ചെയ്യാത്തത്. ഡെയിലി കുക്ക് ചെയ്യും, പക്ഷേ വൺ ടൈമേ കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഗ്യാസ് ലിമിറ്റായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ 4 കപ്പിളുണ്ട്. അപ്പം ഒരു മാസം ഒരു കപ്പിൾ, അടുത്ത മാസം ഒരു കപ്പിൾ, അങ്ങനെയാണ് ഗ്യാസ് എടുക്കുന്നത്, ടേൺ ബൈ ടേൺ വെച്ചിട്ട്. ചില മാസങ്ങൾക്ക് 20 ദിവസമേ ഗ്യാസ് ഓടാറുള്ളൂ. അത് അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ പാർട്ടീഷനിൽ ചില കപ്പിൾസ് വിസിറ്റിങ്ങിലൊക്കെ വരുമല്ലോ, അപ്പോൾ അവർ തീർത്തിട്ടങ്ങ് പോവും. പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഗ്യാസ് എപ്പോഴാണ് തീർന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റത്തില്ല, അന്ന് നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറും കൂടെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു. പിന്നെ തുണി അലക്കിയിട്ടത് വിരിക്കണമായിരുന്നു, അതും വിരിച്ചിട്ടു. പിന്നെ തുണി മടക്കി വെച്ചു. റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ IPL നടക്കുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് അതും കണ്ടുകൊണ്ടിരുന്നു. 10-10:30 ആയപ്പോൾ നമ്മൾ പിന്നെ കിടന്നുറങ്ങി. നാളെ ഇനി വീണ്ടും പിന്നെ ബാക്ക് ടു ഓഫീസ്, നേരത്തെ പോകണം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ വർക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.